ക്രേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മളൊരു ക്ലയന്റ് സ്ഥിരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളുടെ വീട്ടിലൊന്ന് വന്ന് ആള് വേറെ ഏതോ കമ്പനി ചെയ്തതാണ്, ഒന്ന് വർക്ക് ചെക്ക് ചെയ്യണമെന്ന്. സാധാരണ അങ്ങനെയൊക്കെ നമ്മൾ പോകാത്തതാണ്, കാരണം മറ്റൊരാളുടെ വർക്കിനെ നമ്മൾ ചെല്ലുക, അല്ലെന്തെങ്കിലും കുറ്റം കണ്ടത് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഈ ക്ലയന്റ് പിന്നെ നമ്മുടെ വേറെ ക്ലയന്റ് ആയതുകൊണ്ട് നമ്മൾ വന്നു. അവസാനം വന്ന് നോക്കിയപ്പോൾ എന്താ, മൊത്തം ചളവായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അവർ ഉപയോഗിച്ച മെറ്റീരിയലൊക്കെ നല്ലതാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ വർക്ക്മാൻഷിപ്പ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ഗ്ലൂ ഫിക്സ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് സിലിക്കോൺ അടിച്ചിട്ടില്ല, പ്രോപ്പറായിട്ട് ടേപ്പ് അടിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പാളിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഡെക്റ്റ് ഇവിടെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് ഈ ഭാഗങ്ങളിലായിരുന്നു. പക്ഷെ അത് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർ അത് മൊത്തം അഴിച്ചു മാറ്റി. എന്നിട്ട് ഇന്ന് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ അഴിച്ചു മാറ്റിയ പീസൊക്കെ ഞാൻ കാണിച്ചിടാം. ഇവിടെ വന്നേ ഒരു പ്ലീനം ബോക്സ് ഒക്കെ വഴിയാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ നോക്ക്. അറ്റ്ലീസ്റ്റ് ടേപ്പ് പോലും അടിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഊടി പോകുന്ന അവസ്ഥയാണ്. കണ്ടത് മൊത്തം എയർ ലീക്ക്. മെയിൻ ഡെക്റ്റിനും അതേപോലെ. ചുമ്മാ ഒന്ന് പിടിക്കാതെ പോകുന്നുണ്ടോ, എന്തോ ചെയ്തിട്ടേക്ക് വന്നതോ. അല്ല, നൈസായിട്ട് പോകുന്നു. ഇടയ്ക്കൊക്കെ അടിച്ച് നമ്മൾ വെച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിനി മൊത്തം നമ്മൾ പുതിയത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്ലയന്റിന് ഓവർ പൈസയാകും. അപ്പൊ അത് തന്നെ മാക്സിമം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കുക. റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പുതിയ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്യാനാണ് കാര്യം തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറയാനുള്ളത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക്മാൻഷിപ്പ് അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നല്ല നീറ്റായിട്ട് തന്നെ എപ്പോഴും വർക്കിലെടുക്കുക. എല്ലാവരോടും എനിക്കതാ പറയാനുള്ളത്. കാരണം നമ്മളിപ്പം വേണമെങ്കിൽ 10 രൂപ നമ്മൾ കൂടുതൽ വാങ്ങിച്ചാലും വീറും വൃത്തിയിലും വർക്ക് ചെയ്ത് കൊടുക്കുക, ഒരിക്കലും കുറയ്ക്കാതിരിക്കുക. എന്നും പറഞ്ഞ് കഴുത്തറുത്ത് പൈസ വാങ്ങുകയും ചെയ്യരുത് കേട്ടാ. അപ്പൊ ബൈ ബൈ.